എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ കൺഫർമേഷൻ ഒക്കെ കൊടുത്തു, എക്സാം തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന എത്രത്തോളം ആളുകളുണ്ട്, ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവരെ നമ്മൾ എത്ര പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അതിൽ അസാധുവായി പോയിട്ടുള്ളത് എത്ര പ്രൊഫൈലുകളാണ്, മാത്രമല്ല നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് 3 സ്റ്റേജസ് ആയിട്ടാണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഒറ്റ ഡേയിലായിരുന്നു അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റം വന്നിരിക്കുകയാണ്. 3 മെയിൻ സ്റ്റേജസ് ആയിട്ട്, അതായത് 3 സ്റ്റേജസ് ആയിട്ട് വിവിധ ജില്ലകളിൽ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്? സെപ്റ്റംബർ 5-നാണ്. സെക്കൻഡ് സ്റ്റേജിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസം 17-ാം തീയതിയാണ്. തേർഡ് സ്റ്റേജ് ഡേറ്റ് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസം 31 ആണ്. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് എന്ത് നടക്കാനായിട്ട് പോകുന്നത്? എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വിവിധ ജില്ലകളിലേക്കായിട്ട് ഓരോ ഇത്ര ജില്ല ഫസ്റ്റ് സ്റ്റേജ്, ഇത്ര ജില്ല സെക്കൻഡ് സ്റ്റേജ്, തേർഡ് ജില്ല ഇത്ര സ്റ്റേജ്, എങ്ങനെ രീതിയിലാണ് നമുക്ക് എക്സാം നടക്കുന്നത്. അപ്പൊ നോക്കാം. ടോട്ടൽ ഇപ്പൊ നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 lakhs പ്ലസ്, അതായത് 6 lakhs അടുത്തോളം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ടോട്ടൽ അപേക്ഷകര് ഈ പരീക്ഷയ്ക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജില് ഉറപ്പ് നൽകിയിട്ടുള്ളത്, അതായത് എക്സാമിനേഷൻ എഴുതുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് 1.6 lakh ആണ്. ഓക്കെ, 1,60,686 പ്രൊഫൈലുകളാണ് എക്സാം നടത്തുമെന്നുള്ളത് എന്ത് ചെയ്തിരിക്കുന്നത്? കൺഫർമേഷൻ ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഫേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആപ്ലിക്കൻസ് 1,96,540 ആപ്ലിക്കൻസ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് ഫേസിലും 1,99,191 ആപ്ലിക്കൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഘട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഉറപ്പ്, ഇവർക്ക് എക്സാം വരുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ് കേട്ടോ. സെപ്റ്റംബർ 5 ആണ്. അപ്പൊ അതിനകത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, അതുപോലെ ഇടുക്കി ജില്ല, മലപ്പുറം ജില്ല, വയനാട് ജില്ല, ഈ ജില്ലയിൽ നമുക്ക് ഇത്രയും ആളുകളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഡീറ്റെയിൽ നമുക്ക് നോക്കട്ടെ. സോറി, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ജില്ല അടിസ്ഥാനമാക്കി പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏറ്റവും കൂടുതലായിട്ട് ആപ്ലിക്കൻസ് ഉള്ളത് കേരളത്തില് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. ഏകദേശം 84,258 ആപ്ലിക്കൻസ് ആണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ടോട്ടൽ ഓവറോള് വന്നിരിക്കുന്നത്, ഓവറോൾ ആപ്ലിക്കൻസ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഇനി ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ ടോട്ടൽ 17,718 ആപ്ലിക്കേഷൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കിയാൽ ഈ 84,000-ൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്? 68,000 പേരോളമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധുവായിട്ട് പോയിരിക്കുന്നത്, അപ്പൊ എത്ര അസാധു വന്നിട്ടുണ്ട്? ഏകദേശം 16,238 ഇൻവാലിഡ് ആയിട്ടുള്ള, അതായത് റിജക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. കൺഫർമേഷൻ കൊടുക്കാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നതാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലക്കാര് 68,000 പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിൽ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,740, അതിൽ 18,000 കണ്ട ഒരു വേരിയേഷൻ നിങ്ങൾ നോക്കി. 18,000-ഓളം കുട്ടികളാണ് കൺഫർമേഷൻ കൊടുത്തത്. 4,313 എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇടുക്കി ജില്ലയിൽ ടോട്ടൽ 19,719 ആണ് വന്നിരിക്കുന്ന ടോട്ടൽ ആപ്ലിക്കേഷൻസ്. കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 15,503 ആണ്. ഇനി അസാധുവായി പോയിരിക്കുന്നത് 4,216 പ്രൊഫൈലുകളാണ്. ഇനി മലപ്പുറം ജില്ലയിൽ 44,625 കൺഫേം, അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ നമുക്ക് എത്രയാണ് വരുന്നത്? 57,449. ഇപ്പം കമ്പാരിറ്റീവ്ലി മലപ്പുറം ജില്ലയിലൊക്കെ കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട്. കൂടുതലായിട്ടും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് എവിടെയാണ്? വടക്കൻ ഭാഗത്ത്, എസ്പെഷ്യലി മലബാർ ജില്ലയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം അസാധുവായി പോയിരിക്കുന്നത് കൂടുതലാണ്. 12,824 വേക്കൻസീസ്, അതായത് പ്രൊഫൈലുകൾ അസാധുവായി പോയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് വയനാട് ജില്ലയിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി
ടോട്ടൽ എത്രയാണ്? 17,718 ആണ്. അതിൽ 3,605 എന്തായിട്ടുണ്ട്? അസാധുവായി പോയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ ഈ ഓരോ ജില്ലയിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഓവറോൾ അപേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh പ്ലസ് ആണ്. ഓക്കെ, അതിൽ തന്നെ 41,000 എന്ത് പോയിട്ടുണ്ട്? അതായത് റിജക്റ്റ് ആയി പോയിരിക്കുന്ന ആപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അസാധു ആയിട്ടുള്ളതിൻ്റെ കൺഫർമേഷൻ കൊടുത്തവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആപ്ലിക്കൻസ് നമുക്ക് നോക്കിയാൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ ആലപ്പുഴ ജില്ലയിൽ 37,992 ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. കോട്ടയം 31,228, തൃശ്ശൂർ 49,315, കോഴിക്കോട് 56,029, അതുപോലെ തന്നെ കാസർഗോഡ് 21,976. ടോട്ടൽ അങ്ങനെ 1,96,540 ആപ്ലിക്കൻസ് ആണ് സെക്കൻഡ് ജില്ലയിൽ നമുക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് ജില്ലയല്ല, സെക്കൻഡ് ഫേസിൽ. തേർഡ് ഫേസിലേക്ക് പോകുമ്പോൾ കൊല്ലം ജില്ലയിൽ ഏകദേശം 53,676, എറണാകുളം ജില്ലയിൽ 47,663, അതുപോലെ പാലക്കാട് 58,142, കണ്ണൂർ 39,710. അപ്പോൾ ടോട്ടൽ എത്രയാണ്? നമുക്ക് 1,99,199 വേക്കൻസി മീൻസ് ആപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ നമുക്ക് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിലവിൽ നമുക്ക് എത്രയൊക്കെയാണ് നമുക്ക് റിജക്ഷൻ വന്നിരിക്കുന്ന, കൺഫർമേഷൻ കൊടുത്തവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഉറപ്പില്ലാത്ത കാര്യം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. മാത്രമല്ല നമ്മളത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു വന്നത്. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് എപ്പോഴായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് വരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മൾ പറഞ്ഞല്ലോ, എക്സാം സെപ്റ്റംബർ 5 അല്ല, സെപ്റ്റംബർ 19 കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ പറഞ്ഞത് സെപ്റ്റംബർ 19 തന്നെയാണ് കേട്ടോ. സെപ്റ്റംബർ 19 ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുന്നത്. അതിനകത്ത് നമുക്ക് ഹാൾ ടിക്കറ്റ് ആണ് സെപ്റ്റംബർ 5 മുതൽ എന്ത് ചെയ്യാൻ പറ്റുക? ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിനി എക്സാം വളരെ ചുരുങ്ങിയ ദിവസമുള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് 50 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് SLB അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ Day 1 to Day 50 വരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് മാത്രം നൽകിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. എല്ലാ ദിവസവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, അതായത് എല്ലാ ദിവസവും ലൈവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈവനിങ്ങിൽ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം 50 ദിവസത്തെ ക്രാഷ് കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിൻ്റെ എഫേർട്ട് ഇടണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ഉടൻ തന്നെ നമ്മുടെ അഡ്മിഷൻ എടുക്കുക. 50 ദിവസത്തേക്കുള്ള ക്രാഷ് കോഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.